കോട്ടയത്ത് നിന്ന് പുറത്തുവരുന്ന ഒരു വാർത്തയാണിപ്പോൾ വലിയ ആശങ്കയ്ക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുന്നത്. അയ്മനത്തെ ഒരു ഷാപ്പിൽ നിന്ന് കള്ളും മീൻതലക്കറിയും കഴിച്ചതിന് പിന്നാലെ കുമരകം സ്വദേശിയായ ജ്യോതിഷ് എന്ന 42-കാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ച 5 സുഹൃത്തുക്കളിൽ ഒരാൾ ഗുരുതരാവസ്ഥയിൽ ഐസിയുവിലും മറ്റ് 4 പേർ വിവിധ ആശുപത്രികളിലും ചികിത്സയിലാണ്. ഭക്ഷ്യ വിഷബാധയാണോ മരണത്തിന് പിന്നിലെന്ന സംശയത്തിലാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ജ്യോതിഷും സുഹൃത്തുക്കളും ചേർന്ന് അയ്മനത്തെ ഷാപ്പിലെത്തുകയും അവിടെ നിന്ന് കള്ളും മീൻതലക്കറിയും ഉൾപ്പെടെയുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. ആരോഗ്യനില മോശമായതോടെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ ജ്യോതിഷ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരേ ഭക്ഷണം കഴിച്ചവരിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഭക്ഷ്യ വിഷബാധ എന്ന സംശയം ശക്തമായിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഭവത്തിൽ ഇടപെട്ട് ഷാപ്പിൽ പരിശോധന നടത്തുകയും ഭക്ഷണ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മീൻതലക്കറിയുടെയും മറ്റ് ഭക്ഷണങ്ങളുടെയും സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്ക് അയച്ചതായാണ് വിവരം. പരിശോധനാ ഫലങ്ങൾ ലഭിച്ച ശേഷമേ ഭക്ഷ്യവിഷബാധയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ മരണത്തിന് പിന്നിലെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. ഭക്ഷണം തയ്യാറാക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ചെറിയ അശ്രദ്ധ പോലും ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പ്രത്യേകിച്ച് മത്സ്യവിഭവങ്ങൾ പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കാതിരുന്നാൽ ആരോഗ്യത്തിന് ഹാനികരമായ ബാക്ടീരിയകളും വിഷാംശങ്ങളും രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങൾ കർശനമായ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തിന്റെ ശുചിത്വം ശ്രദ്ധിക്കുക. പഴകിയതോ അസാധാരണമായ മണമോ രുചിയോ ഉള്ള ഭക്ഷണം ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ച ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടുക തുടങ്ങിയ മുൻകരുതലുകൾ വളരെ പ്രധാനമാണ്. അയ്മനത്തെ ഈ സംഭവം സംബന്ധിച്ച അന്വേഷണവും പരിശോധനകളും തുടരുകയാണ്. ജ്യോതിഷിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കുമെന്ന് തുടർന്നുള്ള അന്വേഷണത്തിലൂടെ അറിയാൻ സാധിക്കും.